സയൻസിൻ്റെ ബേസിൽ കുമ്മായം സൾഫർ ചേരത്തില്ല എന്ന് പറയുന്നവർ അതിനോട് കോപ്പർ ആഡ് ചെയ്യുവാണെങ്കിൽ അതും ചേരത്തില്ല, മഗ്നീഷ്യം സൾഫേറ്റ് അതും ചേരത്തില്ല. അതിലും കൺവീൻസിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കുമ്മായം സൾഫർ കോപ്പർ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ സയൻസിന് അതീതമാണ്, റിസൾട്ട് ബേസ്ഡ് ആണ്. എല്ലാവർക്കും റൂട്ട്നെസ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് മാസം അവസാനമൊക്കെയായി നമ്മൾ ജൂണിലേക്ക് പ്രവേശിക്കുകയാണ്. കാലവർഷം വരുന്നതിന് മുന്നോടിയായിട്ട് അടികൾ ഭീഷണിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ തോട്ടങ്ങൾ ചെയ്യാറുണ്ട്. അതായത് അടികളിന് മുന്നേ ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ തോട്ടങ്ങൾ ചെയ്യാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുമ്മായ പ്രയോഗം എന്ന് പറയുന്നത്. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം, ഒരു കോൺട്രവേഴ്സി തന്നെയാണ് കുമ്മായം സൾഫർ കോപ്പർ അല്ലെങ്കിൽ കുമ്മായം സൾഫർ മഗ്നീഷ്യം കലക്കി ഒഴിക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുമ്മായം സൾഫർ കോപ്പർ കലക്കി ഒഴിക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, അപാധകളുണ്ടോ, കലക്കി ഒഴിക്കാമോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മിക്കവാറും കർഷകർ ആകെ കൺഫ്യൂസ്ഡ് ആണ് നമ്മൾ കുമ്മായ സൾഫർ കലക്കി ഒഴിക്കണോ വേണ്ടോ എന്നുള്ളത്. പല ചാനലുകളിലും പല അഭിപ്രായങ്ങൾ വരുന്നുള്ളതുകൊണ്ട് ആർക്കും ഒരു കൺക്ലൂഷനില്ല ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിലേറ്റവും എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യമാണ് കുമ്മായത്തിൻ്റെ pH എന്താണ്? ഓക്കെ, അവിടെ നിൽക്കട്ടെ. ശരിക്കും നമ്മൾ എന്താണ് pH എന്ന് പറയുന്നത്? നമുക്കറിയാം pHൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1 മുതൽ 14 വരെ ഉണ്ട്. അതിൽ 7 ന്യൂട്രൽ, 7ൻ്റെ മേലേക്ക് 14 വരെ ആൽക്കലൈനും അതിൻ്റെ താഴെയുള്ളത് അസിഡിക്കുമാണ്, അതായത് ബേസിക്കും അസിഡിക്കും. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കുമ്മായത്തിൻ്റെ pH എത്രയാണ്? അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. കുമ്മായത്തിൻ്റെ pH എന്ന് പറയുന്നത് 9.5 to 11, അതായത് 9ൻ്റെയും 11ൻ്റെയും ഇടയിലാണ് കുമ്മായത്തിൻ്റെ pH വരുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ് സൾഫറിൻ്റെ pH എത്രയാണ്? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സൾഫറിൻ്റെ pH. തീർച്ചയായിട്ടും അറിയാവുന്നവർ കാണും, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ചോദിച്ച മിക്കവാറും ആൾക്കാർ, വീഡിയോസ് എടുക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരായിക്കോട്ടെ, ടെക്നിക്കൽ പേഴ്സൺസ് ആയിക്കോട്ടെ, കൂടുതൽ ആൾക്കാരും പറഞ്ഞത് 4.5 അല്ലെങ്കിൽ 5ന് താഴെ, അതായത് അസിഡിക്ക് ആ ഒരു നേച്ചറിലാണ് സൾഫറിൻ്റെ കേസ് പറഞ്ഞത്. ശരിയാണ്, സൾഫറിൻ്റെ ഒരു pH ആ ലെവലിലാണ് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സൾഫർ ഏത് ഫോർമുലേഷനിലുള്ളതാണ്? അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സൾഫർ എന്ന് പറയുന്നത് 80% സൾഫറാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫോർമുലേഷൻ വരുന്നത് WDG, അതായത് വാട്ടർ ഡിസ്പ്ലേസബിൾ ഗ്രാനുവൾ അല്ലെങ്കിൽ വെറ്റബിൾ ഗ്രാനുവൾ, WG. ഈ ഫോർമുലേഷനിലാണ് കൂടുതലും നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ സൾഫർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വെറ്റബിൾ പൗഡർ ഫോമിലുണ്ട്, WP എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളത് WDG ഫോർമാറ്റാണ്. നമ്മൾ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നതും WDG ഫോർമാറ്റാണ്. ഇനി ഒരു കേസുള്ളത് ഒരു 90% ഉണ്ട്, ഒരു ഫെർട്ടിലൈസർ ഗ്രേഡ് സൾഫർ നമുക്കുണ്ട്. അപ്പോൾ ഈ 2 സൾഫർ ആയിക്കോട്ടെ, നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന 80% ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സൾഫർ നല്ലൊരു ഫംഗിസൈഡാണ്, ഇൻസെക്ടിസൈഡാണ്, അതേപോലെ ഒരു വളം കൂടെയാണ് നമ്മുടെ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യമാണ്, നമ്മൾ എന്തിനാണ് കുമ്മായം മണ്ണിൽ പ്രയോഗിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന മിക്കവാറും ആൾക്കാരായിക്കോട്ടെ, വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, ആരോട് ചോദിച്ചാലും പറയുന്നത് നമ്മൾ മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യുക അല്ലെങ്കിൽ pH ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നതെന്നാണ്. ശരിക്കും അതാണോ അതിൻ്റെ ശരി? അപ്പോൾ നമുക്ക് നമ്മുടെ മണ്ണിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞുതരാം, 1-2 ഉദാഹരണങ്ങളൂടെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മുടെ തമിഴ്നാട്ടിലെ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ സോയിലാണ്, അതായത് 7ന് മേലെയായിരിക്കും pH എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ സോയിൽ എന്ന് പറയുന്നത് ഒരു അസിഡിക് സോയിലാണ്, അതായത് 7ന് താഴെ. അപ്പം അതിൻ്റെ ഒരു പേരൻറ്റ് റോക്ക് മെറ്റീരിയൽ, അതായത് അതിൻ്റെ ഒരു ക്യാരക്ടറാണ് അസിഡിക് സോയിൽ എന്ന് പറയുന്നത് കേരളത്തിലെ സോയിലിൻ്റെ. അതേപോലെ തമിഴ്നാട്ടിൻ്റെ സോയിലിൻ്റെ ക്യാരക്ടറാണ് ആൽക്കലൈൻ സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് pH അപ്ലൈ നമ്മുടെ കുമ്മായ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് pH നോർമലി ഒരു 7ലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിക്കാണ് പറയുന്നത്. നമ്മൾ എന്തോരം കുമ്മായം വാരിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും തിരിച്ച് അത് അസിഡിക് നേച്ചറിലേക്ക് പോകും, കാരണം അതിൻ്റെ ക്യാരക്ടർ അതാണ്. അപ്പോൾ നമ്മൾ കുമ്മായം ഉപയോഗിക്കുന്നത് ഒരിക്കലും ന്യൂട്രലൈസ് ചെയ്യാനല്ല, പകരം സ്റ്റെബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക. അതാണ് അതിൻ്റെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ട വാക്കെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഴുകലിൻ്റെ കാര്യത്തിൽ നമുക്ക് അഴുകലിൻ്റെ കുമിളുകളെ ഇല്ലാണ്ടാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നമുക്കതിനെ മാനേജ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അതായത് നമ്മൾ അഴുകലിന് വേണ്ടിയുള്ള മാനേജ്മെൻറ്റാണ് തോട്ടങ്ങളിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മണ്ണിലെ pHൻ്റെ കാര്യവും. നമ്മൾ നല്ല മഴയ്ക്കൊക്കെ മുന്നോടിയായിട്ട്
സോയിൽ നല്ലപോലെ അസിഡിക് ആണെങ്കിൽ, നമ്മൾ നല്ലപോലെ അസിഡിക്കായിട്ട് നിൽക്കുന്ന സോയിലിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു ആൽക്കലിനിറ്റിക്ക് കൊണ്ടുവരുവാണെങ്കിൽ നല്ലപോലെ തന്നെ മണ്ണിലെ വളങ്ങളാണെങ്കിലും ന്യൂട്രിയൻസ് ആണെങ്കിലും എടുക്കുകയും ചെയ്യും, നല്ലപോലെ വേര് ഇനിഷ്യേറ്റ് ആകുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എന്തിനാണ് കുമ്മായം അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്തൊരു ചോദ്യമാണ് സൾഫർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പോൾ സയൻസിൻ്റെ ബേസിൽ പറയുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുമ്മായവും സൾഫറും കോമ്പാക്റ്റബിൾ അല്ല. എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ കർഷകരോടാണ്. നമ്മൾ തോട്ടത്തിൽ കുമ്മായം സൾഫർ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ കുമ്മായം സൾഫർ കോപ്പർ ചെയ്തിട്ട് നിങ്ങളുടെ തോട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു റിസൾട്ട് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായം സൾഫർ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂസ് ചെയ്യുന്നത് 3 കിലോ കുമ്മായമാണ് 200 ലിറ്റർ വെള്ളത്തിലേക്ക് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ആഡ് ചെയ്യുന്നത് 3 കിലോ സൾഫറല്ല, നമ്മൾ 200 to 300 ഗ്രാം സൾഫറാണ് 200 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ആഡ് ചെയ്യുന്ന സൾഫർ എന്ന് പറയുന്നത് 80% WDG ഫോർമാറ്റിൽ വരുന്ന pH 7 മണ്ടയിലുള്ള ഫംഗിസൈഡായിട്ടും ഇൻസെക്ടിസൈഡായിട്ടും ആക്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള സൾഫറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം മെയ് മാസത്തിൽ നിന്ന് ജൂൺ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ആ സമയത്ത് വേരുകൾക്ക് കഠിനമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിരിക്കും. അതായത് നല്ല ചൂടായിരിക്കും, പെട്ടെന്ന് മഴയിലേക്ക് വരുന്നു, നല്ലപോലെ തന്നെ വേരുകൾ പോകാനുള്ള സാധ്യതയുണ്ട്, വേരുകൾ സമ്മർദ്ദത്തിലാവും, മഞ്ഞപ്പിഞ്ച് പൊഴിയാൻ സാധ്യതകളുണ്ട്, ചെടിക്കൊരു മടുപ്പ് വരും, അല്ലെങ്കിൽ ചെടിക്കൊരു പഴുപ്പ് കയറും. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ചെടികളിൽ കാണിക്കും. അതേപോലെ തന്നെ മണ്ണിൽ ഫംഗൽ ആക്ടിവിറ്റി കൂടുന്നൊരു സമയം കൂടിയാണ് ഈ പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണ്ണിൽ മീലി ബഗിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട്, നമ്മുടെ ത്രിപ്സിൻ്റെ എഗ്ഗ് ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനായിട്ട്, ഇതെല്ലാം നമുക്ക് നശിപ്പിക്കാനായിട്ട് നമുക്ക് സൾഫർ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോപ്പർ, ചില്ലേറ്റഡ് കോപ്പർ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ മണ്ണിലെ നമ്മുടെ അഴികളിൻ്റെ കുമിളുകൾ, അതായത് ഊമൈസീഡ്സ് ഗ്രൂപ്പിൽ പെടുന്ന ഫംഗലുകളും അതേപോലെ തന്നെ വെസിഡിയോമൈസിസ് ഗ്രൂപ്പിൽ പെടുന്ന ഫംഗലുകൾ, ഈ ഗ്രൂപ്പിൽ പെടുന്ന ഫംഗലുകളാണ് മെയിനായിട്ട് അഴികൾ കോസ് ചെയ്യുന്നത്. നമ്മുടെ ഫൈറ്റോഫ്തോറ, പിത്തിയം, റൈസെക്ടോണിയ, ഇതേപോലുള്ള പ്രശ്നങ്ങൾക്കും നമുക്ക് ചിലേറ്റഡ് കോപ്പർ, ചിലേഷനുള്ള കോപ്പർ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് മഗ്നീഷ്യം യൂസ് ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം മഗ്നീഷ്യം ഒരു ന്യൂട്രിയൻ്റ് ആയതുകൊണ്ട് ചെടികളിലേക്ക് ന്യൂട്രിയൻസ് എടുക്കാത്തൊരവസ്ഥ വരും പെട്ടെന്ന് കുമ്മായം കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ കുമ്മായത്തിനോട് ചേരുമ്പോഴത്തേക്ക് അത് നമുക്ക് ടെക്നിക്കലി പോസിബിൾ അല്ല. അതിലും കൺവീൻസിങ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കുമ്മായം സൾഫർ കോപ്പർ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ സയൻസിന് അതീതമാണ്, റിസൾട്ട് ബേസ്ഡ് ആണ്. തോട്ടങ്ങളിൽ ഇത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ തോട്ടങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ സൾഫറിൻ്റെ കാര്യത്തിൽ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ മെയ് ജൂൺ ട്രാൻസിഷൻ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വേരുകൾ കണ്ടമാനം ഡള്ളായിരിക്കും, അല്ലെങ്കിൽ നല്ല സ്ട്രെസ്സിലായിരിക്കും. ആ ടൈമിൽ നമ്മൾ കുമ്മായം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തീർച്ചയായിട്ടും സൾഫർ യൂസ് ചെയ്ത് നോക്കുക. വേരുകളുടെ ആ മടുപ്പ് നല്ലപോലെ തന്നെ മാറി നല്ല ആക്റ്റീവ് വേരുകളാകുകയും ചെയ്യും. ചെടികൾ നല്ലപോലെ പിക്കപ്പോ. ഇത് ഒഴിച്ചു കഴിഞ്ഞൊരു 3 അല്ലെങ്കിൽ 4 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ മതി, ചെടികളുടെ കണ്ടീഷൻ വളരെ നല്ലതാവും. അപ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ടത് ഒരു 200 ലിറ്ററിന് കുമ്മായം 3 കിലോ, അതിൻ്റെ കൂടെ സൾഫർ 80%, അതിൽ 200 ഗ്രാം, അതിൻ്റെ കൂടെ ചിലേറ്റഡ് കോപ്പർ ഒരു 50 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് ചെടിക്ക് അകത്തും പുറത്തുമായിട്ട് ഒരു 10 മുതൽ 12 ലിറ്റർ ലഭിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പം മഴയൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബറൊക്കെ ആകുവാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, നമ്മൾ ആ സമയത്ത് കുമ്മായം ഡ്രഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ഒരു 3rd റൗണ്ടൊക്കെ ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ കുമ്മായത്തിൻ്റെ കൂടെ സൾഫർ ആഡ് ചെയ്യാതെ ജസ്റ്റ് കോപ്പർ മാത്രം ആഡ് ചെയ്താണ് നമ്മൾ ഡ്രഞ്ചിങ് വിട്ടത്. അപ്പോൾ അതുപോലെ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് ചെടികൾക്ക് വലിയ മടുപ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടാകുന്നതാണെങ്കിൽ നമുക്ക് ആ സമയത്ത് കുമ്മായം ഒരു 3 കിലോ, അതിൻ്റെ കൂടെ കോപ്പർ, ചിലേറ്റഡ് കോപ്പർ ഒരു 50 ഗ്രാമും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടിക്ക് നല്ലപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, അധികം അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ ഒന്നുകൂടെ ഒന്ന് പിക്കപ്പ് ആകും. അപ്പോൾ എല്ലാവർക്കും തന്നെ കുമ്മായത്തിൻ്റെയും സൾഫറിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ ആ ഒരു ആവശ്യകതയും സംശയങ്ങളൊക്കെ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല കർഷകരും കുമ്മായം സൾഫറും ഒക്കെ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് ചെയ്യാനായിട്ട് കുറച്ച് ഭയന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു തരത്തിലുള്ള ഭയങ്ങളുടെയും ആവശ്യമില്ല, ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല. ധൈര്യമായിട്ട് തന്നെ അത് ഫീൽഡിൽ യൂസ് ചെയ്തുകൊള്ളുക. നമ്മൾ പണ്ട് തൊട്ടേ തന്നെ യൂസ് ചെയ്ത് റിസൾട്ട് ഉള്ളതാണ്. അതിൻ്റെ ഒരു സംശയങ്ങളുടെയും അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സിയുടെയും ആവശ്യമില്ല. അതുപോലെ തന്നെ ഫീൽഡിൽ റെക്കമെൻഡ് ചെയ്യുന്നവരാണെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരാണെങ്കിലും ഈ കാര്യങ്ങളിൽ കുറച്ചും കൂടെ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കർഷകരധികം പാനിക്കാവാതെ കൺഫ്യൂഷൻ ആവാതെ ഈ കാര്യങ്ങൾ തോട്ടങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.
താഴെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കൊള്ളുക. നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും. കൺസൾട്ടിങ് വേണമെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നന്ദി.